വില്യം പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ സൃഷ്ടാവായ ദൈവം നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം യേശു ക്രിസ്തു എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നു. അപ്പോൾ എൻഡ് ഓഫ് ഏജിനെ പറ്റി, അവസാനത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും സമൂഹം എന്നുള്ളതിനെ പറ്റിയൊക്കെ ദൈവം നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള അറിവ് തന്നിട്ടുണ്ട്. അപ്പോൾ മത്തായി സുവിശേഷം 24-ാമത്തെ ചാപ്റ്റർ 25-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അകത്ത് ദൈവം നമ്മളോട് വളരെയധികം പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ സമയമൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫോൾസ് പ്രോഫിറ്റ്സ് അല്ലെ, കള്ള പ്രവാചകന്മാർ വരും എന്നുള്ളതിനെ പറ്റി. അപ്പൊ നമ്മളൊന്നും അവരുടെ പിടിയിലായി പോകരുത് എന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ കള്ളപ്രവാചകന്മാരുടെ വചനം കേട്ടിട്ട് കള്ളപ്രവാചകന്മാരുടെ കൂടെയൊക്കെ പോകുന്ന ഒരു അവസ്ഥയെപ്പറ്റി ദൈവം പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പോൾ വഴിയും പീറ്റർ വഴിയും അല്ലെ ജൂഡ് വഴിയൊക്കെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഒരുപാട് ഫോൾസ് ടീച്ചേഴ്സ് അല്ലെ, എന്താ നേരെ ചൊവ്വയുള്ള വചനം നമ്മളെ പഠിപ്പിക്കാതെ അവരുടേതായിട്ടുള്ള വചനം പഠിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. പിശാചിന്റെ വഴി കൂടെയൊക്കെ നടക്കാൻ വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് പ്രലോഭിപ്പിക്കുന്ന ടീച്ചർമാർ അല്ലെ, പാസ്റ്റർമാര്, അപ്പോസ്റ്റലന്മാര്, ഇവാഞ്ചലിസ്റ്റ്, അങ്ങനെ പല ആൾക്കാരും ഈ അവസാനത്തെ സമയത്ത് എഴുന്നേൽക്കാൻ പോകുന്ന ചർച്ചുകളിൽ അല്ലെ, അതിനെപ്പറ്റി ദൈവം വളരെ കൃത്യമായിട്ട് ദുരുപദേശം തരുന്ന ആൾക്കാർ, മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ആൾക്കാർ ചർച്ചുകളുടെ അകത്തുനിന്ന് തന്നെ എഴുന്നേക്കാൻ പോകുന്നു. നമുക്ക് ആരാന്ന് പോലും മനസ്സിലാകത്തില്ല. അപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ദൈവത്തിലായിരിക്കും അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി ഇനി കുറച്ചൊന്ന് സംസാരിക്കണമെന്നുണ്ട്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. അങ്ങനെ പോലെ ദൈവമല്ല, അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹവുമില്ല കർത്താവേ. ഈ ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി കർത്താവേ അങ്ങ് ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞു തന്നിരിക്കുന്നു കർത്താവേ. ഞങ്ങൾ വചനം വായിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവ്, ഞങ്ങൾ ഒരിക്കൽ പോയി ഇരുട്ടിലാക്കി നിർത്താൻ അങ്ങ് താല്പര്യപ്പെടുന്നില്ല. വരാൻ പോകുന്ന കാലത്തെ പറ്റി ഞാൻ കൃത്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. താങ്ക് യു പ്രൈസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹം എത്ര വലുതാണ് കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവേ, താങ്ക് യു സോ മച്ച്. അങ്ങ് എത്രയും പെട്ടെന്ന് വരുന്നു കർത്താവ്. ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ഞങ്ങളെ തന്നെ ഒരുക്കിയിരിക്കാൻ വേണ്ടിയുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കും. ഞങ്ങൾ ഹോളി സ്പിരിറ്റിനാൽ ലീഡ് ചെയ്യപ്പെടുന്ന ആൾക്കാരായിട്ട് കർത്താവ് അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് അങ്ങയുടെ വഴി കൂടെ നടക്കുന്ന വ്യക്തികളായിട്ട് കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പിതാവേ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്കിന്ന് ജോണിൽ നിന്ന് വായിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 10-ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വായിക്കും. അതിന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ ആദ്യം, പിന്നെ 7 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ. ഈ ചാപ്റ്റർ എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ചാപ്റ്ററാണ് അല്ലെ. യേശു ആട്ടിടയനാണ്, യേശു ആണ് ഡോറ്, നമ്മൾക്ക് എൻട്രി ചെയ്യാനുള്ള വാതിൽ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പൊ പെട്ടെന്നൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 10-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ, പിന്നെ 7 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ. ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിക്കായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ ആകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുവരുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയാതെ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടു ഓടിപ്പോകുന്നു. ഇനി 7-ാമത്തെ വാക്കോട്ട് പറയുന്നതാണ് 10 വരെ. യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്കുകൾ കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേയ്ച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറപ്പാനും കുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായി ഉണ്ടാക്കുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന സൃഷ്ടാവായ ദൈവം നമുക്ക് ജീവൻ തരാൻ വേണ്ടി, അതും കുറച്ചല്ല, സമൃദ്ധിയായിട്ട് തരാൻ വേണ്ടി അല്ലെ. നമ്മളുടെ പാപങ്ങളെല്ലാം കഴുകി കളഞ്ഞുകൊണ്ട്, നമ്മുടെ എന്താ പറയുക, പഴന്തുണിയേക്കാളും മോശപ്പെട്ടിരുന്ന നമ്മുടെ നീതിയും ന്യായവും നമ്മുടെ റൈച്ചസ്നെസ് എല്ലാം ഇട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ടല്ലേ നമ്മൾക്കൊരു ജീവൻ തരാൻ വേണ്ടി, ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമുക്ക് തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യേശുവിനെ രക്ഷകനായിട്ട്
സ്വീകരിക്കുന്നവര് അവർക്ക് ദൈവം എന്താ പറയുക രക്ഷകനായിട്ട് എന്നും ഉണ്ടാകും. കൂടല്ല ഒന്നിനും തന്നെ നമ്മളെ യേശുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മൾ യേശുവിന്റെ ചിറകിന്റെ അടിയിലാണല്ലേ. നമ്മളുടെ ദൈവമാണ്, നമ്മുടെ ഗ്രേറ്റ് അയാമാണ്, നമ്മളുടെ ഷെപ്പേർഡ്, നമ്മുടെ ആട്ടിടയനാണ്. അപ്പൊ ഇവിടെ യേശു പറഞ്ഞിരിക്കുക, എന്താ പറയുക, തൊഴുത്തിലേക്ക്, ആടുകളുടെ തൊഴുത്തിലേക്ക് വാതിലിൽ കൂടെ അല്ലാതെ പുറത്ത് മതിൽ ചാടി വേലി പൊളിച്ചു വരാൻ ശ്രമിക്കുന്ന ആൾക്കാര്, എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവര് എന്താ പറയുക, അത് പ്രോപ്പർ ആയിട്ടുള്ള ആട്ടിടയനല്ല, ശരിക്കുള്ള ആട്ടിടയൻ അല്ല എന്ന് പറഞ്ഞിരിക്കുക ഇവിടെ, അല്ലെ. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക, ശരിക്കുമുള്ള ആട്ടിടയൻ വാതിൽ കൂടെ കടക്കുള്ളൂ. ശരിക്കുള്ള ആട്ടിടയൻ കിടക്കുന്ന വാതിൽ എന്ന് പറഞ്ഞാല്, ആട്ടും കൂട്ടിലേക്ക് കടക്കുന്ന വാതിൽ എന്ന് പറഞ്ഞാല് യേശുവാണ്. യേശുവാണ് സത്യം, യേശുവാണ് വഴി, യേശുവാണ് വാതിൽ, അല്ല യേശുവാണ് വെളിച്ചവും ജീവനും എല്ലാം. യേശു കൂടി അല്ല എങ്കിൽ വരുന്നതെങ്കിൽ ഏതൊരു ആട്ടുംകുഞ്ഞാണ്, നമ്മളെല്ലാവരും യേശുവിന്റെ ആട്ടുംകുഞ്ഞുങ്ങളാണ്. നമ്മൾ ആണെങ്കിലും ഇനി ആട്ടിടയന്മാരാണെങ്കിലും യേശു എന്ന വാതിലിൽ കൂടെ കടക്കാനല്ല ശ്രമിക്കുന്നതെങ്കിൽ അത് ശരിക്കുമുള്ള എന്താ പറയുക ആട്ടിടയനുമല്ല, ആട്ടുംകുഞ്ഞുങ്ങളും വഴിതെറ്റി പോവുകയും ചെയ്തിരിക്കുന്നു, അല്ലെ. അപ്പൊ ദൈവം യേശു ഇവിടെ പറഞ്ഞിരിക്കുക, കള്ളന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5ാമത്തെ വാക്ക് പറയാം, അന്യരുടെ ശബ്ദം അറിയാതെ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടു ഓടിപ്പോകും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആട്ടുകൂട്ടത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എന്താ മതിൽ ചാടിക്കടന്ന് വരുന്ന എന്താ പറയണ ആട്ടിടയന്മാരെ പറ്റി പറയും. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു കള്ളനെ പറ്റി ഒന്ന് വിചാരിച്ചു, കള്ളൻ നമ്മുടെയൊക്കെ വീട്ടിൽ കയറാൻ ശ്രമിക്കുവാണെങ്കിൽ അവരെ ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടൊന്നും അല്ലല്ലോ വരുന്നത്. അവര് പയ്യെ സൈലന്റ് ആയിട്ട് വന്ന കാര്യം സാധിച്ചിട്ട് അവര് കടന്നു പോവല്ലേ. അപ്പൊ എന്താ പറയണേ, ആൾക്കാർ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവരെ കാര്യം നോക്കിയിട്ട് അവര് പോകുന്നത്. പക്ഷെ ഇവിടത്തെ ആട്ടിടയനെ പറ്റി പറയാ, ഇവിടുത്തെ കള്ളനെ പറ്റി പറയുന്നത് എന്താ വെച്ചാല്, കള്ളന്റെ ശബ്ദം ഇവിടെ എങ്ങനെയാ പറഞ്ഞു, 5ാമത്തെ വാക്കിന് പറഞ്ഞു, അന്യന്മാരുടെ ശബ്ദം അറിയാക്കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ ഓടിപ്പോകുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഈ കള്ളനെ പറ്റി പറഞ്ഞ, കള്ളൻ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കള്ളനാണെന്താ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള കള്ളനെ പോലെ, അല്ലെ, കള്ളൻ ശരിക്കുമുള്ള കള്ളനായിരിക്കുന്ന കള്ളനെ പോലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വരുന്നവനല്ല. ഇവിടത്തെ കള്ളന്റെ ഒരു മാർഗം, തന്ത്രം എന്ന് പറയുന്നത് എന്താ പറയണേ, ഇവന് ഈ ആടുകളെ പറ്റി നല്ല അറിവുള്ളത് കൊണ്ട്, അല്ലെ, ആടിനകളെ പറ്റി നല്ല അറിവുള്ള ഒരു കള്ളനാണ് ഈ ആടുകളെ കക്കാൻ വന്നിരിക്കുന്ന കള്ളൻ. ആടിന്റെ സ്വഭാവത്തെ പറ്റി ഒക്കെ അറിയാം, അല്ലെ. എന്താ പറയാ, ഷെപ്പേർഡിന്റെ, അല്ലെ, എന്താ പറയണേ, ഷെപ്പേർഡിന്റെ, ആട്ടിടയന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആടുകള് ഫോളോ ചെയ്യുന്ന എന്നുള്ള സ്വഭാവം, ആടുകളുടെ സ്വഭാവമൊക്കെ അറിയാവുന്ന ഒരു കള്ളനാണ്. അപ്പൊ അതുകൊണ്ടാണ് ആടുകളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്കറിയാം, ആടിന്റെ കൂടിനോട് അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ, ആടിന്റെ കൂടിനെ പറ്റിയൊക്കെ അറിയാവുന്നവരും ആടുകളെ പറ്റിയൊക്കെ അറിവുള്ളവരുമായിരിക്കും ഉള്ള ഒരാളായിരിക്കുമല്ലോ കള്ളനായിട്ട് ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ. പക്ഷെ അപ്പൊ നമുക്കറിയാം, എന്താ പറയണേ, 10ാമത്തെ വാക്കിലേക്ക് വരുമ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ല കള്ളം പറഞ്ഞത്. അപ്പൊ ആ വാക്ക് വായിക്കുമ്പോ നമ്മള് എല്ലാരും വിചാരിക്കും സെയ്റ്റിനെ പറ്റിയാണ്, അതെ, സെയ്റ്റിനെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന, സെയ്റ്റിന്റെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഒരിക്കൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യത്തില്ല, അല്ലെ. അവൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വിചാരങ്ങളും ചിന്തകളൊക്കെ ഇട്ട് നമ്മളെ സ്ട്രോങ് ഹോൾഡ് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഇട്ടെങ്കിൽ പോലും അവൻ എന്താന്ന് വെച്ചാൽ നമ്മളുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൂടെയാണ് അവൻ പെരുമാറുന്നത്, അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനെ പറ്റിയുള്ളതോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ വർക്കിനെ പറ്റിയുള്ളതോ, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ഉള്ള അങ്ങനെ ചിന്താഗതികളൊക്കെ, എന്താ പറയുക, ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളൊക്കെ അവന് ഇടാൻ പോകുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം. അല്ലെങ്കിൽ ചിലപ്പോൾ മോശപ്പെട്ട രീതിയിലുള്ള ചിന്താഗതികൾ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇടുകയും ചെയ്യും. പക്ഷെ മിക്കവാറും തന്നെ സൈറ്റൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടുന്ന ചിന്താഗതികള് നമ്മുടെ കുടുംബത്തെ പറ്റി നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചിന്താഗതികൾ. അപ്പം സൈറ്റൻ എന്താ വെച്ചാൽ അവൻ പ്രോക്സികളെ ഉപയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആളുകളെ അവൻ എന്താ പറയാ മറ്റുള്ളവർ വഴി അവൻ എന്താ പറയാ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും, അല്ലെ. സൈറ്റൻ പാമ്പ് വഴിയാണ് വന്നത്,
അല്ല ഈവിനെ ഏദൻ തോട്ടത്തിൽ വന്ന് പാമ്പ് വഴിയാണ്. അപ്പൊ അവൻ ഡയറക്റ്റ് ആയിട്ട് വരത്തില്ല. സേറ്റൻ അവൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും എന്താ പറയാ അവിടെ നിന്ന് സംസാരിക്കൊന്നും പോകുന്നില്ല. അപ്പൊ അവൻ എപ്പോഴും ആൾക്കാരെ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന ആട്ടിന്റെ കൂട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ആട്ടിടയന്മാരെ പറ്റി, അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് കയറാൻ ശ്രമിക്കുന്ന ആട്ടിടയന്മാരെ പറ്റി പറയുമ്പോൾ അത് ആട്ടുംകൂടുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ആടുകളുമായിട്ട് ബന്ധമുള്ളവരെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ദൈവം പറയുന്ന എന്തിനെ പറ്റിയാ? നമ്മളുടെ ഇടയ്ക്കുള്ള കള്ളപ്രവാചകന്മാരെ പറ്റി, നമ്മുടെ ഇടയ്ക്കുള്ള പാസ്റ്റർമാരെ പറ്റി, ടീച്ചർമാരെ പറ്റി, ശരിക്കല്ലാത്ത ടീച്ചർമാരെ പറ്റി, ശരിക്കല്ലാത്ത ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ലാത്ത എന്താ പറയാ പാസ്റ്റർമാരെ പറ്റി, അല്ലെ, അപ്പോസ്റ്റലന്മാരെ പറ്റി, ടീച്ചർമാരെ പറ്റി. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് ചുരുക്കം. അപ്പൊ ദൈവം അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോ ഇവിടെയും എന്താ പറയണേ, കള്ള രീതിയിൽ, നേരിച്ചൊവ്വയല്ലാത്ത രീതിയിൽ കൂടെ ആട്ടുംകുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ്, അല്ലെ. ദൈവത്തിൽ കൂടെ, യേശുവിൽ കൂടെ അല്ലാതെ വരാൻ ശ്രമിക്കുന്നത്, യേശുവിനെ പറ്റി സംസാരിക്കാത്ത, യേശുവിലേക്ക് ആൾക്കാർ കൂടുതൽ അടുപ്പിക്കാതെ, എന്താ പറയാ, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പറ്റി മനസ്സിലാക്കിക്കാതെ, ദൈവത്തിന്റെ പരിശുദ്ധിയെ പറ്റി പറഞ്ഞ് തരാതെ വേറെ കാര്യങ്ങളെ പറ്റി, പ്രോസ്പെരിറ്റി ഗോസ്പലിനെ പറ്റി സംസാരിച്ചു, എന്താ പറയാ, മിറക്കിളിനെ പറ്റിയും പ്രോഫസീനെ പറ്റിയും ഒക്കെ സംസാരിച്ച് മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാസ്റ്റർമാരും അപ്പോസ്റ്റലന്മാരും എന്താ പറയണ, പിന്നെ പ്രോഫറ്റുമാരും ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് യേശു പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. യേശു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പത്രോസ് വഴിയും പൗലോസ് വഴിയും യൂദ വഴിയും എന്താ പറയുക ജോൺ വഴിയെല്ലാം ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, കള്ളപ്രവാചകന്മാരും കള്ള ടീച്ചർമാരും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, 1-2 വാക്കുകൾ തരുവാണെങ്കിൽ, രണ്ടാമത്തെ പത്രോസിലേക്ക് വരികയാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പത്രോസ് 2 പീറ്ററിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ പറ്റിയാ പറയുന്നത്. ഇസ്രായേലിന്റെ സമയത്ത് നമുക്കറിയാം, യെരമ്യാവിന്റെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കാം, നമുക്കറിയാം ഒരുപാട് കള്ളപ്രവാചകന്മാർ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. നമുക്കറിയാം ഇസ്രായേല് മക്കള് എന്താ പറയാ മരുഭൂമിയിൽ കൂടെ വരുന്ന സമയത്തും മോസസിന്റെ സമയത്തും ഒക്കെ ബേലം എന്നുള്ള പ്രവാചകൻ, അല്ല, അദ്ദേഹം ദൈവം ഉപയോഗിച്ചാണ്. പക്ഷെ പണത്തിനു വേണ്ടി വേറെ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവാചകനുണ്ട്. അതുപോലത്തെ കള്ളപ്രവാചകന്മാർ ഒരുപാട് ഉണ്ട്. കാലാകാലങ്ങളിൽ കള്ളപ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതുപോലെ ദൈവം ഇവിടെ പറയുവാണ്, 2-ാമത്തെ പത്രോസിന് 2-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങൾ തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാകും ദുഷ്ടീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാല് നേരത്തെ കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമ്മളുടെ ഇടയിൽ ദുരുപദേശങ്ങൾ പറഞ്ഞു തരുന്ന പല പാസ്റ്റർമാരും പല അപ്പോസ്റ്റലന്മാരും പല ഇവാഞ്ചലിസ്റ്റുകളും ടീച്ചർമാരും അങ്ങനെ പലരും ഉണ്ടാകും എന്ന് ദൈവം പറഞ്ഞിരിക്കുക. അവര് നാശകരമായ മതഭേദങ്ങൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതുവഴി പല ആൾക്കാരും എന്താ പറയുക വിശ്വാസം വിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ, അല്ലെ, പാസ്റ്റർമാര് പറയുന്ന വഴി കൂടെ നടന്നു പോകുന്നു ചുരുക്കം. അപ്പൊ നമ്മൾ എത്രമാത്രം കെയർഫുൾ ആയിരിക്കണം എന്ന് വിചാരിച്ചു നോക്കിയേ. ഇനി തിമോത്തിയോസിലേക്ക് പോയി, 1-ാമത്തെ തിമോത്തിയുടെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1ഉം 2ഉം വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് തിമോത്തിക്ക് പൗലോസ് എഴുതിയതാണ്. അപ്പൊ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് നിങ്ങൾ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചു ഭോഷ്ക് പറയുന്നവരുടെ കപടതയാൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചുട്ടുവെച്ചവരായി. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങൾക്ക് ആശ്രയിച്ചു ഭോഷ്ക് പറയുന്നൊരു കപടത്താൽ വിശ്വാസം ത്യജിക്കുന്നവരായിരിക്കും. അപ്പൊ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശം കേട്ട് മനുഷ്യരെ എന്താ പറയുക സഭയിലുള്ളവരെ പഠിപ്പിക്കുന്ന കുറെ പാസ്റ്റർമാര് ഉണ്ടായിരിക്കും, പഠിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും, അല്ലെ. അപ്പം അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവർത്തികളുടെ 20-ാമത്തെ ചാപ്റ്ററിലേക്ക് വരും. നമുക്കറിയാം അപ്പോസ്റ്റൽ പോൾ ജെറുസലേമിലേക്ക്
പോകുന്നതിന് സമയത്ത് എഫേസസിലുള്ള ചർച്ചിലേക്ക് ഇനി ഒരിക്കൽ പോലും തിരിച്ചു പോകാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ. ഇപ്പൊ എഫേസസിലുള്ള ചർച്ചിന്റെ എൽഡേഴ്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട്, മൂപ്പന്മാരെല്ലാം കൂട്ടിയിട്ട് തന്റെ ഡിപ്പാർച്ചറിനെ പറ്റി പറയുന്ന, ഇനി ഒരിക്കൽ പോലും എഫേസസിലുള്ള ആൾക്കാരെ കാണാനൊന്നും പറ്റത്തില്ല, സമ്മതിക്കത്തില്ലെന്നല്ല, ഇനി പറ്റത്തില്ല എന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുവാണ്, അവിടെയുള്ള മൂപ്പന്മാരോടൊക്കെ, അല്ല ചർച്ചിലെ എൽഡേഴ്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ കെയർഫുൾ ആയിരിക്കും, നിങ്ങളെപ്പറ്റി തന്നെ കെയർഫുൾ ആയിരിക്കും, ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു വന്നിരിക്കുന്ന കുഞ്ഞാടുകളെ പറ്റി നിങ്ങൾ കെയർഫുൾ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ 20-ാമത്തെ ചാപ്റ്റർ 29-30 വാക്കുകളിനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം സ്ഥാപിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അപ്പൊ അപ്പോസ്തലൻ പോൾ പറയുവാണ്, അപ്പോസ്തലൻ പോൾ ഇവിടെ 3 വർഷം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം തന്റെ കുഞ്ഞുങ്ങളെ, എന്താ പറയാ, കോഴിക്കുഞ്ഞുങ്ങളെ കോഴി തന്റെ ചെറിയന്റെ കീഴിൽ കൊണ്ട് നടക്കുന്ന പോലെ അദ്ദേഹം ആ സഭയെ അദ്ദേഹം വഴി ദൈവം ക്രിയേറ്റ് അല്ല ഫൗണ്ട് ചെയ്തിരിക്കുന്ന, പ്ലാന്റ് ചെയ്തെടുത്തിരുന്ന ഒരു സഭയായിരുന്നല്ലോ എഫേസസിലുള്ള ആ സഭയില് തന്റെ തന്റെ മക്കളെ പോലെ തന്നെ പോൾ അവരെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ പോൾ പറയും, ഇനി ഞാൻ പോയി കഴിയുമ്പോഴേക്കും പുറത്തുനിന്ന് ആൾക്കാര് ദുഷ്ടന്മാരായ കൊടിയ ചെന്നായ്ക്കൾ പോലുള്ളവര് വന്ന് എന്താ പറയുക, ആട്ടുകുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ രീതി, അവരെ വഴിതെറ്റി പോകുന്ന തരത്തിലുള്ള ടീച്ചിങ്ങുകളുമായിട്ട് ആൾക്കാർ വരാൻ പോകുന്നു. ഇനി നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാർ എഴുന്നേക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാല്, ദുരുപദേശം കൊണ്ട് സഭയെ ദൈവത്തിന്റെ വഴിയിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാർ എഴുന്നേക്കാൻ പോകുന്ന ചുരുക്കം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് 11-ാമത്തെ ചാപ്റ്റർ 13-ാമത്തെ വാക്കിൽ പോള് ഹോളി സ്പിരിറ്റോട് പോൾ വഴി പറഞ്ഞിട്ടുണ്ട്, കള്ള അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യൂദയിലേക്ക് വരുമ്പോ ഒരു ചാപ്റ്റർ ഉള്ള യൂദയ്ക്ക്, അതിൻ്റെ അകത്ത് 4-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്കൂ ഹേതുവാക്കി ഏകനാഥൻ നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ടേ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ യൂദ വഴി പറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ ഗ്രേസിനെ, അല്ലെ, നമ്മളിപ്പോ ഒരു ഗ്രേസ് ഏറയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല വന്നിരിക്കുന്ന, ഗ്രേസ് ആണ് ദൈവം, യേശുക്രിസ്തു ഈ ഗ്രേസും ട്രൂത്തും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഗ്രേസ് ഏറല വന്നിരിക്കുന്നത്. ആ ഗ്രേസ് നമുക്ക് തോന്നുന്ന രീതിയിൽ ഉപയോഗിക്കാം, അല്ലെ. ഗ്രേസ് ഉള്ളത് കൊണ്ട് ദൈവം ഓക്കെയാണ് എന്ന്, എന്താ പറയുക, ദൈവം നമ്മളോട് ക്ഷമിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ടീച്ചിങ്ങുകളുമായിട്ട് ആൾക്കാരെ ചർച്ചുകളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു ഓൾറെഡി എന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം കാരണം എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് തിങ് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനെപ്പറ്റി എന്താ പറയുക, ജോണിന്റെ അകത്ത് 1-ാമത്തെ ജോണിന്റെ 2-ാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആന്റി ക്രൈസ്റ്റ് വരുന്നതിനെ പറ്റി നമ്മൾ എല്ലാവരും എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും, അല്ലെ. ആന്റി ക്രൈസ്റ്റ് ഒരു ഡാനിയൽ എഴുതിയിരിക്കുന്ന പോലെ ആ ജെറുസലേമിൻ ദേവാലയത്തിന്റെ അകത്ത് തന്റെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമയം വരുന്നു. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു സമയം വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഓൾറെഡി നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ഇവിടെ ഉണ്ട്, അല്ലെ, നമ്മളുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതിനെ പറ്റി നമ്മൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രോക്സികളായിട്ട് അവന്റെ ഏജൻസ് ആയിട്ട്, ആന്റിക്രൈസ്റ്റിന്റെ പിശാചിന്റെ ഏജൻസ് ആയിട്ട് പലരും വർക്ക് ചെയ്യുന്ന, അവരുടെ ഉള്ളിലേക്ക് ആന്റിക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് കയറിയിട്ട്, ഹോളി സ്പിരിറ്റ് ആയിരിക്കണം പാസ്റ്റർമാരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതെങ്കിൽ അതിന് പകരമായിട്ട് പല പാസ്റ്റർമാരുടെ ഉള്ളില് ആന്റിക്രൈസ്റ്റിന്റെ സ്പിരിറ്റ്, പിശാചിന്റെ സ്പിരിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് അവര് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ പറയണേ, നമ്മൾ കെയർഫുൾ ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇവര് എങ്ങനെയുള്ള ആൾക്കാർ, ആരാണ്, ഏത് പാസ്റ്ററാണ് നല്ലത്, ഏത് പാസ്റ്ററാണ് മോശം, ഏത് പാസ്റ്ററാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ നമുക്കറിയാം, ദൈവം യേശുവിനെ പറ്റി പറയാതിരിക്കുന്നവര്, അല്ലെ, യേശുവിനെ പറ്റി ടീച്ച് ചെയ്യാതിരിക്കുന്നവര് ആന്റി ക്രൈസ്റ്റ് ആണ്. യേശുവിനെ ഡിനേ ചെയ്യുന്നവര്, യേശുവിന്റെ കർത്തൃത്വത്തെ പറ്റി ഡിനേ ചെയ്യുന്നവർ ആന്റി ക്രൈസ്റ്റിലുള്ള എന്താ പറയുക, അതിന്റെ സ്പിരിറ്റ് ആക്ട് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ നമുക്കൊരു കാര്യം, പിശാചും അവന്റെ ടീമും വർക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യത്തില്ല, അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ. കുറച്ച് സത്യം, എന്താ പറയുക, പൊടിക്ക് അവിടെ ഇവിടെ സത്യം ഇട്ടിട്ട് നമ്മള് എന്താ പറയണേ, സത്യമാണെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൊത്തം
പിശാച് അല്ല ആന്റിക്രിസ്റ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അപ്പൊ ആം, നമുക്ക് അറിയാം ഏതെങ്കിലും പാസ്റ്റർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ച് ദൈവത്തിനെ പറ്റി ഡയറക്റ്റ് ആയിട്ട് നോ എന്ന് പറയത്തില്ല. ദൈവത്തിനെ പറ്റി യേശുവിനെ പറ്റി ഡയറക്റ്റ് ആയിട്ട് യേശുവിന്റെ കർത്തൃത്വത്തെ പറ്റിയും യേശുവിനെ ഒന്ന് ഡിനേ ചെയ്യാനൊന്നും പോകത്തില്ല. അവര് യേശുവിനെ പറ്റി മോശമായിട്ട് പറയാനൊന്നും പോകത്തില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഗോസ്പലിനെ ഗോസ്പലായിട്ട് തന്നെ പ്രീച്ച് ചെയ്യാതെ അല്ലെ, ക്രൂസിഫിക്ഷനെ പറ്റി, ക്രൂശിലെ മരണത്തെ പറ്റി, യേശുവിന്റെ സഫറിങ്ങിനെ പറ്റി അല്ലെ, സഹനത്തെ പറ്റി, യേശുവിന്റെ മരണത്തെ പറ്റി, നമ്മൾക്ക് വേണ്ടി പാവമായി തീർന്നതിനെ പറ്റി, നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതിനെ പറ്റി, യേശു നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റപ്പോ നമ്മളെ രക്തം കൊടുത്ത് യേശുവിന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത കാര്യത്തെ പറ്റി ഇന്ന് നമ്മുടേതല്ല, യേശുവിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മള് അതിനെ പറയാതെ അല്ലെ, യേശുവിന്റെ വഴി കൂടെ നടക്കണം. നമ്മള് യേശുവിന്റെ മക്കളാണെങ്കിലും നമ്മൾ അടിമകളെ പോലെ അല്ലെ, യേശു അടിമകളല്ല സെർവന്റിനെ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. യേശുവിന്റെ പരിശുദ്ധി നമ്മൾക്കും വേണം. പിതാവിന്റെ ആഗ്രഹമാണ് നമ്മൾക്കും യേശുവിനെ പോലെ പരിശുദ്ധി ഉള്ളവരായിരിക്കണം, യേശുവിനെ പോലെ ആയിത്തീരുന്നവരായിരിക്കണം, വേർപാടിന്റെ ജീവിതം നയിക്കുന്നവരായിരിക്കണം, ഈ സമൂഹവുമായിട്ട് എന്താ പറയാ ഒത്തൊരുമിച്ച് കൂടിക്കുഴഞ്ഞൊരു ജീവിതമായിരിക്കരുത് നയിക്കുന്ന, അങ്ങനെയൊന്നും പറഞ്ഞു തരാതെ യേശുവിന്റെ വഴിയെപ്പറ്റി പറഞ്ഞു തരാതെ യേശുവിന്റെ വഴിയെ കൂടെ നമ്മൾ നയിക്കാൻ താല്പര്യപ്പെടാതെ അല്ലെ, യേശുവിന്റെ ലോർഡ്ഷിപ്പിനെ പറ്റി, അവനാണ് യജമാനൻ, അവനാണ് മാസ്റ്റർ, അവനാണ് കിങ്, അവനിൽ എന്താ പറയുക നമ്മുടെ ജീവിതം അവന്റെ കാൽക്കീഴിലായിരിക്കണം നമ്മുടെ ജീവിതം, അവൻ പറയുന്ന മാത്രം കേട്ടുകൊണ്ടായിരിക്കണം നമ്മൾ നടക്കേണ്ടത്, വചനം വായിക്കണം, വചനം പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ യേശുവിന്റെ ഒപ്പമായിരിക്കണം ജീവിക്കണം എന്ന് പറഞ്ഞ് നടക്കാതെ അല്ലെ, അങ്ങനെയൊന്നും എന്താ പറയാ പറഞ്ഞ് പഠിപ്പിക്കാതിരിക്കുന്ന ചർച്ചകൾ ഉള്ളി എന്താ പറയുക ചർച്ചിൽ നിറച്ച് ഗോസിപ്പും പിന്നെ പ്രോസ്പെരിറ്റി ഗോസ്പലും അങ്ങനെ എന്താ പറയണേ, ദൈവം സ്നേഹമാകുന്നുവല്ലോ, ദൈവം അങ്ങ് ക്ഷമിച്ചു തരും, എന്ത് ചെയ്താലും കുഴപ്പമില്ല, പാപം ചെയ്തു പോയാലും കുഴപ്പമില്ല, ഒന്ന് ക്ഷമ ചോദിച്ചാൽ മതി അല്ലെ. അതിലൊക്കെ കുറച്ച് സത്യങ്ങളുണ്ട് അല്ലെ, സത്യങ്ങളില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് കംപ്ലീറ്റ് സത്യമല്ലല്ലോ. നമ്മൾ പാപത്തിൽ നിന്ന് മാക്സിമം അകന്ന് നിൽക്കണ്ടേ അല്ലെ, ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്നൊരു ജീവിതമായിരിക്കണ്ടേ നമ്മൾ നയിക്കാൻ വേണ്ടി, നമ്മൾ വചനം അറിയുന്നവരായിരിക്കണ്ടേ, നമ്മൾ വചനത്തിൽ ഉറച്ചുള്ള ഒരു ജീവിതമായിരിക്കണ്ടേ നമ്മുടെ, ഹോളി സ്പിരിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്ന പോലത്തെ ഒരു ജീവിതമായിരിക്കണ്ടേ നമ്മൾക്കുള്ളത്, പരിശുദ്ധരായിരിക്കണം നമ്മൾ. പരിശുദ്ധത്തിലേക്ക് ഇപ്പൊ നമ്മള് പരിശുദ്ധിക്ക് വേണ്ടി നമ്മള് പരിശുദ്ധിയെ സ്ട്രൈവ് ചെയ്യുന്നവരായിരിക്കണ്ടേ, നമ്മള് പെർസ്യൂ ചെയ്യുന്ന വ്യക്തികൾ ആയിരിക്കണ്ടേ. അങ്ങനെയല്ലേ എബ്രായർക്ക് ലേഖനത്തിൽ 12ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധിയിൽ ഒരാൾക്ക് പോലും ദൈവത്തെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചാൽ മാത്രം പോരല്ലോ, ദൈവത്തിൽ നിന്ന് എപ്പോഴും ഇപ്പം പണം മാത്രം പോരല്ലോ, നമ്മുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് നടത്തിയാൽ മാത്രം പോരല്ലോ അല്ലെ. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന എന്താ പറയണ ചർച്ചുകള് മിറക്കിളിലും ഹീലിംഗിലും ദൈവത്തിന്റെ വർക്കിലും മാത്രം ഫോക്കസ്ഡ് ആയിരിക്കുന്ന ചർച്ചുകളിലാണ് ചർച്ചാണെങ്കിൽ അത് യേശുവില് ബേസ്ഡ് ആയിട്ടുള്ളതല്ല. ദൈവത്തിന്റെ വർക്കാണ് മിറക്കിളും ഹീലിംഗും പ്രോഫസിയും എല്ലാ കാര്യം. പക്ഷെ ദൈവത്തെ അടിയുറച്ചുള്ള നിൽക്കുന്നവരായിരിക്കണം നമ്മൾ അല്ലെ, ദൈവവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരായിരിക്കണം നമ്മൾ. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ വർക്ക് ചെയ്യാം അല്ലെ. പോള് പറഞ്ഞിരിക്കുന്നത് എന്റെ മുമ്പില് അത്രയും മഹാനായ ഒരു മനുഷ്യന് പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന റേസ്, ആ ഓട്ടം അതെനിക്ക് തികയ്ക്കുകയും ചെയ്യണം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന വർക്കും എനിക്ക് തികയ്ക്കണം. എങ്ങനെ അത് തന്നെയാണ് ഈ 20ാമത്തെ ചാപ്റ്ററില് എന്താ പറയുക പ്രവർത്തികളിൽ പോൾ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് രണ്ടും വേണം, എനിക്ക് ദൈവത്തിൽ എത്തിച്ചേരുകയും വേണം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന വർക്കും വേണം അല്ലെ, വർക്കും അത് എനിക്ക് ഫിനിഷ് ചെയ്യും. അപ്പൊ അത് രണ്ടും ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതും വേണം, അതിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ വർക്കും ചെയ്യണം. അല്ലാതെ ദൈവത്തിന്റെ വർക്കിൽ മാത്രം ബേസ്ഡ് ആയിരിക്കുന്ന ഒരു ചർച്ച നമ്മൾ ആകരുത് അല്ലെ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ആയിരിക്കരുത്, പ്രോഫസിയുടെ പുറകെ മാത്രം പോകുന്നവരായിരിക്കരുത് അല്ലെ, പ്രോഫസി ദൈവത്തിന്റെ വചനത്തെ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം, അല്ലാതെ പൊളിറ്റിക്കൽ പ്രോഫസി ചെയ്യുന്ന ആൾക്കാരായിരിക്കരുത് നമ്മൾ. ദൈവം എന്താണ് പറയുന്നത്, ദൈവം പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തെ പറ്റി, സമൂഹത്തിൽ നടക്കുന്ന ഓരോ പൊളിറ്റിക്സിനെ പറ്റിയുള്ള പ്രോഫസി നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയാം. അല്ലാതെ അതിനുവേണ്ടി യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഇലക്ഷന്റെ സമയത്തൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോഫസിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളൊന്നും നമ്മൾ ആകരുത് അല്ലെ. അപ്പൊ ഈ പാസ്റ്റർമാരും മോശപ്പെട്ടവരായിരിക്കും, എന്താ പറയുക
അങ്ങനെ മാത്രം നമ്മൾ പാസ്റ്റർമാരെ പറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അല്ലെ? കോൺഗ്രിഗേഷനും കൂടെ, സഭയിലുള്ള ആൾക്കാരും കൂടെ നന്മ ഉള്ളവരായിരിക്കും, സഭയിലുള്ള ആൾക്കാരും കൂടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ആയിരിക്കണം. അപ്പൊ ഇവിടെ തന്നെ നമുക്കിപ്പോ തിമോത്തിയോസിലേക്ക് വരുമ്പോ 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 1 തൊട്ട് 5 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവസാനത്തെ കാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നതിനെ പറ്റി ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. 2-ാമത്തെ തിമോത്തിയില് 3-ാമത്തെ ചാപ്റ്ററിന് 1 തൊട്ട് 5 വരെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്, അത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കും. പാവത്തിലൊരു കാര്യം പറഞ്ഞിരിക്കും, 5-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചു അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയും. അപ്പൊ ഈ അവസാനത്തെ കാലത്തേക്ക് ചിലരെങ്കിലും ദൈവത്തിന്റെ മക്കൾ ചിലർ, ഇപ്പൊ തിമോത്തിയോസിനൊക്കെ എഴുതിയിരിക്കുന്ന ലേഖനം, അല്ലെ, പോൾ എഴുതിയിരിക്കുന്നത്, തിമോത്തി നമുക്കറിയാം എഫേസസ് ചർച്ചിലെ ബിഷപ്പായിരുന്നല്ലോ തിമോത്തി, അല്ലെ? അപ്പൊ ഒരു ചർച്ചിലേക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തിമോത്തിയോട് പറയുക, തിമോത്തിക്ക് എഴുതിയിരിക്കുന്ന ലേഖനം നമ്മളോട് ചർച്ചുകാരോടാണ് പറയുന്നത്, ബാക്കി നാട്ടിലുള്ളവരോടല്ല പറയുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ചർച്ചിലുള്ള കുറെ ആൾക്കാരെ പറ്റിയാ പറയുന്നത്, വിശ്വാസത്തിലുള്ള ആൾക്കാരെ പറ്റിയാ പറയുന്നത്. അവര് എന്താ പറയുക, അവസാന കാലമാകുമ്പോൾ ദൈവത്തിന്റെ ഒരു ദൈവപ്രീതിക്ക് വേണ്ടി നോക്കാതെ സ്വന്തം ഇഷ്ടത്തിന്റെ രീതിയിൽ, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവരായിരിക്കും. ഒരു രീതിയിലുള്ള ഒരു ഗോൾഡിനെസ്, അല്ലെ, ഒരു രീതിയിലുള്ള ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ പുറത്ത് കാണിക്കും, പക്ഷെ അകത്ത് അങ്ങനെ സ്പിരിച്വൽ ഒന്നും ആകാത്ത പല ആൾക്കാരും ഉണ്ടായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേ സെക്കൻഡ് തിമോത്തി തന്നെ 2-ാമത്തെ തിമോത്തിയോസിന്റെ 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 3-4 വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാത്ത കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും, അല്ലെ? അപ്പൊ എന്താ പറയുക, തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇങ്ങനെ പറഞ്ഞിരിക്കുക, തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടായിരിക്കും അവസാനത്തെ കാലത്ത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റർമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എഫേസസ് ചർച്ചിന്റെ തന്നെ കാര്യം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, എഫേഷ്യൻസിന് എഴുതിയ ലെറ്റർ, പോൾ എഴുതിയ ലെറ്റർ ആണ് സ്ട്രോങ്ങസ്റ്റ് ലെറ്റർ ആണ് ബൈബിൾ നോക്കുമ്പോൾ. അപ്പം വെളിപാട് പുസ്തകം 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പറ്റും, അല്ലെ? 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, എഫേഷ്യസ് ചർച്ച് എന്താ പറയണേ, അവരുടെ ആ ആദ്യത്തെ സ്നേഹം, ഫസ്റ്റ് ലവ് നിന്നൊക്കെ അവർ താഴെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് വിചാരിച്ചു, എഫേസസിലെ ചർച്ച് ഫൗണ്ടർ അതിന്റെ ഫാദർ ആയിട്ടുള്ളത് പോൾ തന്നെയാന്ന് വിചാരിച്ചോണം, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞ് തിമോത്തി അവിടെ ഉണ്ടായിരുന്നു, ജോൺ അവിടെ ഉണ്ടായിരുന്നു, അപ്പോസ്തലൻ ജോൺ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചർച്ചായിരുന്നു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താ പറ്റി, അവരുടെ ആദ്യത്തെ സ്നേഹം, ഫസ്റ്റ് ലവ്, ദൈവത്തോടുള്ള ഫസ്റ്റ് ലവ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി, അല്ലെ? ദൈവം വാണിംഗ് എല്ലാം കഴിഞ്ഞ് കൊടുത്തതിന് ശേഷവും പിന്നെ അവർ അതേ പരിപാടി തന്നെ അവർ തുടർന്നുകൊണ്ടിരുന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് ചെയ്തു, പക്ഷെ ദൈവത്തോട് സ്നേഹമില്ലാതെ. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവരുടെ മാന്റിൽ എടുത്തു കളയും, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വിളക്ക് അത് നശിച്ചു പോവുക തന്നെ ചെയ്തു, അല്ലെ? ആ ഒരു വെളിച്ചം അത് എന്താ പറയുക നശിച്ചു പോവുക തന്നെ ചെയ്തു, അല്ലെ? അവര് ആ ചർച്ച നശിച്ചു പോവുക തന്നെ ചെയ്തു. അപ്പൊ അങ്ങനെ ആകാതിരിക്കട്ടെ എന്നല്ലേ. അപ്പൊ പാസ്റ്റർമാര് നന്നായിട്ടും കാര്യമില്ല, കോൺഗ്രിഗേഷനിലെ മെമ്പേഴ്സ്, സഭയിലുള്ള ആൾക്കാരും ദൈവത്തിലല്ലെങ്കിൽ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? പാസ്റ്റർമാര് ചീത്തയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രോബ്ലം, അല്ലെ? പാസ്റ്റർമാരുടെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയണേ, യെരമ്യാവിലേക്ക് വരുമ്പോ 23-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 1 തൊട്ട് 3 വാക്കുകൾ വായിക്കുമ്പോ, ദൈവത്തിന്റെ മക്കളെ നേരിച്ചവൻ നയിക്കാത്ത ആൾക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്റെ മേൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തന്റെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നേരെ ചൊവ്വേ നയിക്കാതെ, നേരെ ചൊവ്വേ ദൈവത്തിലേക്ക് കൊണ്ടുവരാതെ, യേശുവാകുന്ന വാതിലിൽ കൂടെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ, വേറെ ചുറ്റി കറങ്ങി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ നിന്ന് ഓടിച്ചു കളയുന്നവരാണെങ്കിൽ
അങ്ങനെയുള്ളവരോട് ദൈവം സംസാരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊക്കെ അപ്പോസ്റ്റൽ പോളിനെ പോലെയുള്ള ഒരു ദൈവദാസന്മാരായിരിക്കും അല്ലെ. അപ്പോസ്റ്റൽ പോള് എന്താ പറയാ പ്രവർത്തികൾക്ക് എഴുതി 20ാമത്തെ ചാപ്റ്ററിൽ അല്ലെ അപ്പോസ്റ്റൽ പോള് ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ എഫേസ്യ ചർച്ചിന്റെ ലീഡേഴ്സിനോട് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ 3 വർഷം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ ആരും തന്നെ ഈ ഇവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. കാരണം പോൾ ഉള്ളപ്പോൾ ഒരു മോശപ്പെട്ട ഒരു ടീച്ചർമാരോ റോങ് ആയിട്ട് അപ്പോസ്റ്റൽമാരോ ഒന്നും വരാൻ എന്താ പറയാ കറേജ് ഇല്ല. കാരണം പോൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ. തന്റെ കുഞ്ഞുങ്ങളെ പോലെ എഫേസസിലുള്ള ആൾക്കാരെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് പോൾ. അപ്പൊ അങ്ങനെയുള്ള പാസ്റ്റർമാരാകാം, അങ്ങനെയുള്ള എന്താ പറയുക വ്യക്തികളാകാൻ നമുക്ക് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. അതന്നെയാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാകാൻ നമുക്ക് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അവസാനത്തെ സമയത്ത് ഒരുപാട് ഫോൾസ് ആയിട്ടുള്ള ഒരുപാട് ദുരുപദേശം തരുന്ന ആൾക്കാർ പലരും ചർച്ചിൽ വരും അല്ലെ. ചർച്ചിലുള്ള ഒരു പലരും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോവും. വിശ്വാസത്തിൽ നിന്ന് പലരും മാറിപ്പോവും. ശരിക്കുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ഉള്ളവരെ ആകാതിരിക്കാൻ നമുക്ക് അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ ഗോഡ്. കർത്താവ് ഞങ്ങൾക്ക് ബുദ്ധി തരുന്ന അപേക്ഷിക്കുന്നു, ശക്തി തരുന്ന അപേക്ഷിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുള്ള ഡിസൈൻമെന്റ് തരുന്ന അപേക്ഷിക്കുന്നു. കർത്താവ് ആരാണ് അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ആരാണ് ഞങ്ങളെ അങ്ങയുടെ അടുത്ത് നിന്ന് ഞങ്ങളെ മാറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങള് അറ്റൻഡ് ചെയ്യുന്ന ചർച്ചകളിലും ഞങ്ങള് വീഡിയോകളും ഒക്കെ യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുമ്പോൾ കർത്താവ് ലോർഡ് ഫാദർ ഗോഡ് അങ്ങേക്കെതിരായിട്ട് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ അകന്നു പോയി കർത്താവ് അങ്ങയുടെ വഴി കൂടെ നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്നെ കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.